അത് ഏതായാലും നല്ല കാര്യമാണ്. കാരണം പലരും കോൺഗ്രസ് വിടുന്നു എന്ന് പറയുമ്പോൾ പകരം ഒരു വാര കിട്ടിയ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് 2 ആഴ്ച മുമ്പ് വന്നിരുന്നെങ്കിൽ വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിനെങ്കിലും പോവായിരുന്നു. കാരണം അത്രയേറെ അദ്ദേഹം രാഹുൽ ഗാന്ധിയൊക്കെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള സന്ദീപ് വാര്യർ 2 ആഴ്ച മുമ്പ് വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണമാവുമായിരുന്നു. ഇപ്പോൾ ഏതായാലും അദ്ദേഹം വന്നു, നല്ല കാര്യമാണ്. മറ്റു പല പാർട്ടികളും അദ്ദേഹം നോക്കി നടന്നില്ല. അപ്പോൾ ഏതായാലും കോൺഗ്രസ്സിലേക്ക് വന്നു, സ്വാഗതം. പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ, ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം. അല്ലാതെ ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിൻ്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുത്. ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് നിലനിർത്തണം. തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊപ്പം നിൽക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും വന്നതിൽ സന്തോഷം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.